നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷയുള്ളവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1954 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. 5 IITകൾ 1954 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഇനി PSCയുടെ ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? C അച്യുതമേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? MSK രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് M.M. പരീത് പിള്ള. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാര്? TN ശേഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? ജോൺ മത്തായി. INC പ്രസിഡന്റായ ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ISRO ചെയർമാനായ ആദ്യ മലയാളി ആര്? MGK മേനോൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ്. അപ്പൊ ഇത്രയും ചോദ്യം റിവൈസ് ചെയ്താലോ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല, ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് M.M. പരീത് പിള്ള. കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കരാണ്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. INC പ്രസിഡന്റായ ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി ആരാണെന്ന് ചോദിച്ചു ചേറ്റൂർ ശങ്കരൻ നായരാണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി ആര്? MGK മേനോൻ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്.
ലളിതകലാ അക്കാദമി. അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം. ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം എന്താണ്? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം. ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. ഇതിന്റെയും ആസ്ഥാനം എവിടെ തന്നെ? ന്യൂഡൽഹി തന്നെയാണ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി തന്നെ. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആര്? വി ഗിരിയാണ്. വി ഗിരി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആർ ശങ്കർ ആണ്. ആർ ശങ്കർ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആര്? വി ആർ കൃഷ്ണയ്യർ. വി ആർ കൃഷ്ണയ്യർ ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി. കോടതി വിധിയിലൂടെ നിയമസഭ അംഗത്വം നേടിയ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതും വി ആർ കൃഷ്ണയ്യർ ആണ്. വി ആർ കൃഷ്ണയ്യർ. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ പാറക്കുളങ്ങര ഗോവിന്ദ മേനോൻ. പാറക്കുളങ്ങര ഗോവിന്ദ മേനോൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാ? കെ ആർ നാരായണനാണ്. കെ ആർ നാരായണനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി. ഇനി കേരള പോലീസിലെ ആദ്യത്തെ IG ആര്? എൻ ചന്ദ്രശേഖരൻ നായർ. എൻ ചന്ദ്രശേഖരൻ നായരാണ് കേരള പോലീസിലെ ആദ്യത്തെ IG. കേരള ഗവർണറായ ആദ്യ മലയാളി ആരാ? വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരള ഗവർണറായ ആദ്യ മലയാളി. അപ്പൊ കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. കേരള പോലീസിലെ ആദ്യത്തെ IG ആരാണെന്ന് ചോദിച്ചാൽ എൻ ചന്ദ്രശേഖരൻ നായർ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വി ആർ കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? വി ആർ കൃഷ്ണയ്യർ ആണ്. വി ആർ കൃഷ്ണയ്യർ. ഇനി സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയും. ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ പാറക്കുളങ്ങര ഗോവിന്ദ മേനോനും ആണെന്ന് ഓർക്കുക. പാറക്കുളങ്ങര ഗോവിന്ദ മേനോൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? കെ ആർ നാരായണനാണ്. കെ ആർ നാരായണൻ. അടുത്ത ചോദ്യം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ കർത്താവ് ആരാ? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആണ് തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ കർത്താവ്. സംക്ഷേപ വേദാർത്ഥം എന്ന കൃതിയുടെ കർത്താവ് ആര്? ക്ലെമന്റ് പിയാനോസ്. ക്ലെമന്റ് പിയാനോസ്. പുത്തൻ പാന രചിച്ചതാരാണ്? അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് പുത്തൻ പാന രചിച്ചത്. ഫത്ഹുൽ മുബീൻ എന്ന കൃതിയുടെ കർത്താവ് ഖാസി മുഹമ്മദ്. മുഹയ്യദ്ദീൻ മാല രചിച്ചതാരാണെന്ന് ചോദിച്ചാലും ഖാസി മുഹമ്മദ് ആണ്. ഖാസി മുഹമ്മദ്. മൂഷകവംശം രചിച്ചതാരാണ്? മൂഷകവംശ കാവ്യം രചിച്ചത് അതുലനാണ്. അതുലൻ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണെങ്കിൽ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര്? അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി. പുത്തൻ പാന രചിച്ചത് അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയതും അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? അതും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. രണ്ടും ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. എവിടെ നിന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്? തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന്. അടുത്ത ചോദ്യം നോക്കാം. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. 1859 ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്.
മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ലഹളയാണ് ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1822 1822. വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാ? 1893. നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. തോൽവിറക് സമരം നടന്ന വർഷം 1946. എവിടെയാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് നടന്നത്. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്യായനി അമ്മയാണ്. കാർത്യായനി അമ്മ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ KV സൂര്യനാരായണ അയ്യറാണ്. KV സൂര്യനാരായണ അയ്യർ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആര്? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാ? B രാമകൃഷ്ണ റാവു. B രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. ഇനി കേരള ഗവർണറായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ V വിശ്വനാഥനാണ്. V വിശ്വനാഥൻ. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പിയാണ്. ശങ്കരൻ നാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? KO ഐഷാഭായി. KO ഐഷാഭായി ആയിരുന്നു. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആര്? KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണൻ. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചതാരാ? KP ശങ്കരമേനോൻ. KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒപ്പുകാരൻ KP ശങ്കരമേനോൻ. പെരിനാട് ലഹളയുടെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? കൊല്ലം ജില്ലയിലെ പെരിനാട്. കൊല്ലം ജില്ലയിലെ പെരിനാട്. നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒരുപാട് പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരുന്നു. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. വളരെ ചുരുങ്ങിയ ഫീസിലാണ് ക്ലാസ്സുകളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.